രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ രഹസ്യമൊഴിയെടുക്കാനൊരുങ്ങി SIT. വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുക. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച മൂന്നാം പീഡന പരാതി നൽകിയ വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. യുവതി കഴിയുന്ന വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിലൂടെ രഹസ്യമൊഴിയെടുക്കാനാണ് SIT നടപടി. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് SP പൂങ്കുഴലി യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിടിച്ചെടുത്ത 2 ഫോണുകളും സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് തുറക്കാനാണ് SIT ശ്രമം. ഫോണിലെ മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TB ഹാർഡ് ഡിസ്കുകൾ SIT സംഘം വാങ്ങി. ഇതുവരെ ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. തനിക്ക് അനുകൂലമായ തെളിവുകൾ ഫോണിലുണ്ടെന്നും അത് പോലീസ് നശിപ്പിക്കുമെന്നുമാണ് രാഹുൽ പറയുന്നത്. ലാപ്ടോപ്പ് എവിടെയാണെന്നും രാഹുൽ പറയുന്നില്ല. അതേസമയം തെളിവെടുപ്പിനായി രാഹുലിനെ പാലക്കാടേക്ക് കൊണ്ടുപോകില്ല. കേസിൽ അതിന്റെ ആവശ്യമില്ലെന്നും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ മാത്രം മതിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഇമെയിൽ വഴി കേസെടുത്തതിൽ നിയമപ്രശ്നമില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. യുവതി നൽകിയ മെയിലിനൊപ്പം സിഗ്നേച്ചർ ഉണ്ടെന്നും ഇതിനാൽ തന്നെ രാഹുലിന്റെ വാദം നിലനിൽക്കില്ല എന്നുമാണ് SIT വ്യക്തമാക്കുന്നത്. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് 2 ഫോണുകളും പോലീസ് പിടിച്ചെടുത്തത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് വിവരങ്ങൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാനാണ് ശ്രമം. ഫോണിൽ നിർണായക ചാറ്റുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഫോൺ കയ്യിലെടുക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് അത് സമ്മതിച്ചിരുന്നില്ല. അത് പിന്നീട് റൂമിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നുമാണ് രാഹുലിനെ ഹോട്ടലിലേക്ക് എത്തിച്ചത്. ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തിരികെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. 2ാം ദിനമായ ഇന്നും രാഹുലിനെ വിശദമായി SIT ചോദ്യം ചെയ്യും. 15-ന് വൈകിട്ടാണ് രാഹുലിനെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. മറ്റന്നാളാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജനം, തിരുവനന്തപുരം.